ഹലോ, ഇന്ന് നമ്മൾ മൈസൂർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ കയറിയത് സൂവിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുന്നേ തൃശ്ശൂർ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കാണാത്ത മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളൊന്നും എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് കടുവേനാണ്. നമ്മളെല്ലാത്തിൻ്റെയും വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കാണാത്ത മൃഗങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് കണ്ട് നമ്മൾ വെള്ളക്കടുവയായിരുന്നു. വെള്ളക്കടുവ വരുമ്പം ആശാൻ ആ ഒരു ഭാഗത്ത് മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് നടത്തിയിരുന്നു. കുറച്ചുകൂടെ ലോങ് എന്നുള്ള വിഷ്വലാട്ടോ, നമുക്ക് അടുത്ത് നല്ലത് കിട്ടിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് സിംഹത്തിനായിരുന്നു. സിംഹം നല്ല റെസ്റ്റിലായിരുന്നു, വാലിട്ടാട്ടുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നുള്ളത് ഗൊറില്ല കുറേ ഉണ്ടായിരുന്നു. അപ്പം അത് ലോങ് എന്നുള്ള വിഷ്വലായിരുന്നു, നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ ആൾ കാണാനും പറ്റിയിട്ടില്ല, ആളൊരു മറവിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നിന്ന് ഗൊറില്ലേനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്ത കൂട്ടിൽ കണ്ടു. അപ്പോൾ ആൾ ഇരുന്നിട്ട് കാര്യമായിട്ട് എന്തോ ആലോചനയിലിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മൾ നോക്കി, നല്ലോണം ആളുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വോയിസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ ആവശ്യമില്ലാത്ത കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടുത്ത ഗൊറില്ലേനെ കിട്ടി. ഇവിടെ എത്തിയപ്പോൾ മോൻ ഫുള്ളായപ്പോൾ ഇവിടെ ആൾ കുറവായിരുന്നു നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് നല്ലപോലെ നിൽക്കാൻ പറ്റും. മോനും ഗൊറില്ലേൻ്റെ സിനിമകൾ കണ്ടിട്ട് അവർ കാണാൻ ഇൻട്രസ്റ്റഡായിട്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഗൊറില്ല ചെയ്യുന്ന പോലെയൊക്കെ അവർ ചെയ്തതാണ് പറഞ്ഞു. അത് നമ്മളവിടെ നിന്ന് കുറേ നേരം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോയത്. അടുത്തത് നമ്മൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇതിന് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ചിമ്പാൻസിയായിരുന്നു. നമ്മൾ മൈസൂർ ട്രിപ്പ് തന്നെ നമ്മൾ മുന്നേ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ കണ്ട ചിമ്പാൻസി ഫുൾ ആക്റ്റീവ് ആയിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കൽ തന്നെ പരിപാടി. അതിന് നമ്മൾ കുറേ നേരം നോക്കിയിട്ടുണ്ട്. നല്ലോണം ആളുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം ചിമ്പാൻസിനെ നോക്കിയിരുന്നു കേട്ടോ. ചിമ്പാൻസിയും കുറേ ഉണ്ടായിരുന്നു, 2 കൂട്ടുകളിലാക്കിയിട്ട് ചിമ്പാൻസിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴും അവിടെയും ചിമ്പാൻസി തന്നെയായിരുന്നു. അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു നിന്നു. അവർ ഫുൾ ആക്റ്റീവ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെത്തിയത് സീബ്രയുടെ അടുത്തായിരുന്നു. സീബ്രയെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ സീബ്ര ഫുള്ള് ആ ഒരു ഭാഗത്ത് കണ്ടപ്പോൾ പറ്റ സൈലൻ്റായിട്ടിട്ട് അടുത്തായിരുന്നത്. അങ്ങനെ മോനും കുറേ നേരം നോക്കി നിന്നു. കാണാത്ത ആൾക്കാരൊക്കെ അല്ലേ, അവൻ ടി വിയിൽ മാത്രം കാണുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ കുറേ നേരം നമ്മൾ സീബ്രനെ നോക്കി നിന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഒരാങ്കോട്ടനടുത്തായിരുന്നു. ഒരാങ്കോട്ടൻ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കുറേ ആ റാമ്പപ്പം കൂടെ നടന്നു, ഊഞ്ഞാലാടി, അങ്ങനെ ഫുള്ളായിരുന്നു. അങ്ങനെ ആൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അവരെ കളിയൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ നമ്മളെത്തി കരടിയിലെടുത്തിരുന്നു. കരടി ഫുൾ കോമഡി ആയിരുന്നു. ഒരാൾ കഷ്ടപ്പെട്ട് മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടി നിന്ന് പോയിട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇവിടെ നിന്ന് കയറി ചെല്ലുന്നുണ്ട് മേളിൽ നിൽക്കുന്ന ആളടുത്തേക്ക്. അങ്ങനെ മേളിലത്തെ ആളാണെങ്കിൽ താഴേക്ക് വരാനുള്ള ബുദ്ധിമുട്ടിൽ വരുന്നു. അങ്ങനെ ഇവരെ കളിയാണ് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ കരടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടിപ്പെടുത്തുന്ന ഐറ്റംസ് അല്ലേ, പക്ഷേ ഇവരെ ഫുള്ള് കളിയിലായിരുന്നു. നമുക്ക് കുറച്ച് ദൂരത്തു നിന്ന് കാണാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെ ആൾ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അതിനോട് ഊഞ്ഞാലൊക്കെ ഉണ്ട് കരടികൾക്ക് നാടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട് മോചിക്കാമോ കരടിയൊക്കെ ഊഞ്ഞാലിലാടുമെന്നൊക്കെ, അവനൊക്കെ പുതുമയാണ്. അങ്ങനെ അവർ കച്ചറ ഉണ്ടാക്കിയിട്ട് അവർ താഴേക്ക് വരുന്ന കേട്ടോ. ആരാദ്യം ഇറങ്ങുന്നുള്ളത് തല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് അവർ താഴേക്ക് ഇറങ്ങി വന്ന് പാവം മേളിൽ താഴേക്ക് വരുന്ന വഴിക്ക് മേളിൽ താഴേക്ക് വീണടക്കം ചെയ്തു. പക്ഷെ ആൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ നടന്നു പോയി. നമ്മൾ കുറേ നേരം നമ്മളിവിടെ നിന്നിട്ട് വരെ കളി കാണാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നം കളി കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് മാനിൻ്റെ അടുത്തായിരുന്നു. മാൻ നമ്മൾ മുന്നേ തൃശ്ശൂരിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിമ്പാൻസിനെ പിന്നെയും കണ്ടു. അപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് എനിക്ക് ചിമ്പാൻസിനെ കാണാൻ പറ്റി. ഞാൻ കുറേ ചിമ്പാൻസി എന്ന് കുറേ വിളിച്ചു. ലാസ്റ്റ് തിരിഞ്ഞു നോക്കി. നമുക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ മോൻ വിളിച്ചിട്ട് ലാസ്റ്റ് തിരിഞ്ഞു നോക്കി. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ട് ചിമ്പാൻസിനാൾ ഇരുന്ന് അങ്ങനെ റെസ്റ്റിലായിരുന്നു. പിന്നെ അവൻ വിളിച്ചപ്പോൾ ഒന്ന് നോക്കിയിരുന്നില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആനേൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതല്ലാതെ കുറേ വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏഷ്യൻ ആന, നമ്മളെ ഉത്സവങ്ങൾക്ക് മാത്രം കാണുന്ന ആളാണ് ആന. അങ്ങനെ നമ്മൾ ആനേനെയും കണ്ടു. പിന്നുള്ളത് ആഫ്രിക്കൻ ആനയാണ്. ആഫ്രിക്കൻ ആനേനെ നമ്മൾ ആദ്യമായിട്ടാണോ കാണുന്നത്. അങ്ങനെ ആനേനെ കണ്ടു. ആന അങ്ങനെ കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയിലാണ്. ആ തടി എന്ത് ചെയ്യണം എന്നുള്ളൊരു മരത്തിന് തടി ഉണ്ട്, അതെന്ത് ചെയ്യണം എന്ന് വെച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. ആഫ്രിക്കനാണ് പിന്നെ ഫുൾ സൈലൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കരടി വേറെ എന്തോ ഒരു മൈൻഡിലാണ് അത് അങ്ങനെ കിടക്കുന്നത്. പിന്നെ അത് പുള്ളിപ്പോയി. അങ്ങനെ ആൾ ഫുള്ള് റൗണ്ട് ചെയ്ത് കിടക്കുന്നു കേട്ടോ. ആൾ ആ ഒരു സർക്കിൾ അങ്ങനെ കറങ്ങുന്നുണ്ട്. ആരും പറഞ്ഞു കൊടുത്ത പോയാണ്, അത് മാത്രം റൗണ്ട് ചെയ്ത് അങ്ങനെ വരിക. അവിടെ നമ്മൾ കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് ബേഡ്സിൻ്റെ സ്ഥലത്തേക്കായിരുന്നു. അപ്പം എൻട്രൻസിൻ്റെ അവിടെ ഈ ചങ്ങല നല്ല രസമുണ്ടായിരുന്നു, സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മോനെ നല്ല ഇഷ്ടമായിപ്പോൾ അവൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് നമ്മൾ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത് ഒട്ടക പക്ഷിനെയായിരുന്നു. ഇതൊക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കണ്ടു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അധികം നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആളടുത്തേക്ക് നമ്മൾ പോയത്, പക്ഷെ അത് ആൾ എൻഡിലായിരുന്നു. ഇത് വലിയൊരു സ്ഥലത്തുള്ളതാട്ടോ. നമ്മൾ ഫുൾ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ കുറച്ച് വിഷ്വൽസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാളെന്ന് പറയുന്നത് ജിറാഫയായിരുന്നു. ജിറാഫിന് മോൻ ഇതേപോലെ എയർപോർട്ടൊക്കെ വീഡിയോസ് എയർപോർട്ടൊക്കെ ഫീഡ് ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഞാൻ മെയിനായിട്ട് മൈസൂർക്ക് പോകാമെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എത്തിച്ചിര ജിറാഫിനെ കാണാതെ ജിറാഫിനെ കണ്ടു. അങ്ങനെ ജിറാഫ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള വീഡിയോ വെച്ചതാട്ടോ, അവിടെ പറ്റ സ്ലോയിലായിട്ട് നടക്കുന്നത്. അങ്ങനെ ജിറാഫ് ഫുൾ ആക്റ്റീവേനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും സൗണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓഡിയോ കറക്റ്റ് ക്ലാരിറ്റിയിൽ കിട്ടാത്തത് കൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ. നമ്മൾ മൈസൂരിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. നമ്മൾ വന്നത് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം സ്റ്റേ എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വന്നത്, പക്ഷെ നമുക്ക് 2 ദിവസം സ്റ്റേ ചെയ്യേണ്ട വന്നു റിട്ടേൺ ടിക്കറ്റ് കിട്ടാതായിട്ട്. അങ്ങനെ നമ്മൾ സൂ കണ്ടു, പിന്നെ നേരെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ നൈറ്റ് പാലസിലേക്ക് തന്നെ പോയിട്ടോ. നമുക്ക് 2 ദിവസം സ്റ്റേ വന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ താങ്ക് യു.